ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ അതിർത്തിയിൽ പ്രകോപനം തുടങ്ങുകയാണ്. വ്യാഴാഴ്ച രാത്രി കനത്ത ഡ്രോൺ ആക്രമണമാണ് പാകിസ്ഥാൻ നടത്തിയത്. ഈ ഡ്രോണുകളെ തകർത്തതായി ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കിയിരുന്നു. ഇതേസമയം ഇപ്പോഴത്തെ സംഘർഷം ഇന്ത്യ പാക് യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്നുള്ള ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത്. ഇപ്പോഴിതാ അതിന് മറുപടി നൽകിയാണ് മേജർ രവി രംഗത്തെത്തിയിരിക്കുന്നത്. പാകിസ്ഥാൻ പഹലാക്രമണത്തിൽ തിരിച്ചടി പ്രതീക്ഷിച്ചു കാണില്ല, പ്രത്യേകിച്ച് ഭീകരവാദത്തെ പോറ്റുന്ന പാകിസ്ഥാൻ. അതേസമയം അവരുടെ സാമ്പത്തിക അവസ്ഥ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ നേരിടാൻ തക്ക ശക്തമല്ലതാനും. പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല പാലിക്കോട് പോലെ ഏതെങ്കിലും ഒരു ഭീകര കേന്ദ്രത്തിൽ ബോംബിട്ട് പോകും എന്നായിരിക്കും അവർ വിചാരിച്ചിട്ടുണ്ടാവുക. എന്നാൽ ഇന്ത്യയുടെ പ്ലാനിങ് ലോങ് ടേം പ്ലാൻ ആണെന്ന് അവർ കരുതി കാണില്ല. ഇനി നീ ഇങ്ങനെയൊരു ആക്രമണവുമായി മുമ്പോട്ട് വരരുത് എന്ന സന്ദേശമാണ് ഇന്ത്യ നൽകിയത്. സ്ത്രീ ശക്തി എന്താണെന്ന് കൂടി തെളിയിച്ചിരിക്കുകയാണ് ഈ ഒരു ആക്രമണത്തിലൂടെ. പാകിസ്ഥാൻ ഇപ്പോൾ നടത്തുന്ന വാദം ഇന്ത്യ പാകിസ്ഥാനും പഞ്ചാബികൾക്കും എതിരാണെന്നാണ്. ഖാലിസ്ഥാൻ വാദികളെ ഒപ്പം നിർത്തി ഇന്ത്യക്കെതിരെ തിരിയാനാണ് ശ്രമിക്കുന്നത്. ഇവർ ആദ്യം ചെയ്തത് ഹിന്ദുവിൻ്റെയും മുസ്ലിമുകളുടെയും ഇടയിൽ വർഗീയ വിഷം കുത്തിവെക്കുക എന്നുള്ളതാണ്. യുദ്ധം വന്നാൽ പല വ്യാജ പ്രചരണവും നടക്കും. പാകിസ്ഥാനിൽ പോയി ഭീകരവാദികളെയാണ് നമ്മൾ ഇല്ലാതാക്കിയത്, എന്നാൽ മനുഷ്യരെയല്ലേ കൊന്നത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അവർ ഇവിടെ വന്ന് 26 പേരെ കൊലപ്പെടുത്തിയപ്പോൾ മനുഷ്യരാണെന്ന് തോന്നിയില്ല. ഇവിടുത്തെ ആളുകൾ അതിന് മെഴുകുതിരികൾ കത്തിച്ച് നടത്തിയില്ലേ? ചിലർക്ക് സ്നേഹ സന്ദേശം ഉണ്ടാക്കിയില്ലേ? ഞാൻ ദേശസ്നേഹിയാണ്, നിങ്ങളുടെ നേതാവ് ചെഗുവരയായിരിക്കും, എൻ്റെ നേതാവ് ഭഗത് സിംഗ് ആണ്. നിങ്ങളുടെ കാര്യം ചോദിച്ചാൽ അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്തു എന്നാകും. എന്നാൽ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ അതൊന്നും ഒരു പ്രശ്നമല്ല അല്ലേ? മൗലാന മസൂദിന്റെ കുടുംബത്തിലെ 10 പേരെ കൊലപ്പെടുത്തിയപ്പോൾ അവർ മനുഷ്യരല്ലായിരുന്നോ? എൻ്റെ പെങ്ങന്മാരെ വിധവയാക്കിയില്ലേ? പെഹൽഗാം 26 പേരെ കൊലപ്പെടുത്തിയപ്പോൾ അവരെന്താ മനുഷ്യരായിരുന്നില്ലേ? ആ സമയത്ത് മനുഷ്യാവകാശത്തെക്കുറിച്ച് കേട്ടതേയില്ല. മനുഷ്യാവകാശം മനുഷ്യർക്കാണ്, അല്ലാതെ ഭീകരർക്ക് വേണ്ടിയുള്ളതല്ല. കശ്മീരിൽ നടക്കുന്നത് കശ്മീരിനെ സ്വതന്ത്രമാക്കാനുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടമല്ല, കശ്മീർ സ്വാതന്ത്ര്യമാണ്. ഇതിൽ കുറച്ച് ഭാഗം അവർ പിടിച്ചെടുത്തു, ഇനി പൂർണ്ണമായി അവർക്ക് വേണമത്രേ. അതിനെന്ത് ന്യായമാണുള്ളത്? പാകിസ്ഥാനിലെ ആളുകൾ ഇവിടുത്തെ മുസ്ലിങ്ങളെ കാണുന്നത് പോലെയല്ല. അവർ ഇന്ത്യൻ മുസ്ലിമുകൾ എന്നാണ് ഇവിടുത്തെ ഉള്ളവരെ വിളിക്കുന്നത്. അതിനിടയിൽ കിടന്ന് ബുദ്ധിമുട്ടുന്നവരാണ് പാക് അതീത കശ്മീരിലുള്ളവർ. അവർക്ക് യാതൊരു സഹായവും അവിടുന്ന് സർക്കാർ നൽകുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പാക് അതീത കശ്മീരിൽ ഇന്ത്യയിൽ ചേർന്നാൽ അവർക്ക് കശ്മീരിലെ ജനങ്ങൾക്ക് കിട്ടുന്ന സഹായം ലഭിക്കും. പാകിസ്ഥാന് ചിന്തിക്കാനുള്ള ശേഷിയുമില്ല. ഇന്ത്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ പാകിസ്ഥാന് സൈനിക ശേഷിയും തന്നെയില്ല. നമുക്ക് ഒരാഴ്ച കൊണ്ട് തീർക്കാനുള്ളതേ ഉള്ളൂ അവിടെയുള്ളത്. സൈനിക ശേഷി നോക്കിയാൽ ഇന്ത്യക്ക് 25 ലക്ഷത്തിന് മുകളിലാണ്, അവർക്ക് വെറും 7 ലക്ഷവും. തുടങ്ങിയാൽ പടപടാന്ന് തീരും. ഇച്ഛാശക്തിയുടെ കാര്യത്തിൽ നമ്മുടെ സൈന്യത്തിന് 100% മാർക്കാണ് കൊടുക്കേണ്ടത്. എന്നാൽ പാക് സൈന്യങ്ങൾ ഇപ്പോഴും അവരുടെ ഓഫീസുകാരുമായി തർക്കത്തിലാണ്. ഞങ്ങളെ മുന്നിലിട്ട് കൊലയ്ക്ക് കൊടുക്കുകയാണ് എന്നാണ് അവർ പറയുന്നത്. ഇവിടെ ഓഫീസർമാരും സൈനികരും ഒരുപോലെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു യുദ്ധവുമായി അവർ വന്നു കഴിഞ്ഞാൽ അതോടെ പാകിസ്ഥാന്റെ നാശമാകും ഉണ്ടാകാൻ പോകുന്നത്. മേജർ രവി പറഞ്ഞത് ഇങ്ങനെയാണ്.